ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഈ വീഡിയോ ആക്ച്വലി ഞാൻ പ്രീ പ്ലാൻ ചെയ്ത വീഡിയോ അല്ല. സോ ഞാൻ ആക്ച്വലി ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. അതാണ് ഇന്നത്തെ ടോപ്പിക്. Can you tell us how many international students do claim asylum while they're here on student visas? There's a growing number, Mercedes, and it's frankly quite alarming, given the volumes of people that come to this country, in theory, with the proper financial capacity to live and to pay their tuition fees, which are 4 times what Canadians pay. But it's becoming an alarming trend. We see that it happens often within the first year of the time they're here. I would say often for less valid reasons than others, notably to drop the tuition fee down to Canadian rates. There's some opportunism that's being used and exploited there. It goes to the point that I've been making to universities, colleges, to make sure that their recruiting practices are better, that they make sure that the type of people that we are attracting under what should be a world-class student visa program is one where people don't turn around and, after they've paid all sorts of money to come here and claim asylum. This is a program that was aimed international excellence and not a backdoor entry into Canada for whatever reason. And that's, part and parcel of the reforms that I've been doing over the better part of the year to make sure that we have a better international student visa system. ഈ കണ്ട വീഡിയോ ഞാൻ ആക്ച്വലി നേരത്തെ കണ്ടതാണ്. പക്ഷേ മാർക്ക് മില്ലർ ഒരു സ്പെസിഫിക് നമ്പർ മെൻഷൻ ചെയ്യാത്തതുകൊണ്ടും പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ ലേറ്റായത്. അസൈലം സീക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ ഓപ്ഷൻ അല്ല. അപ്പം ഇന്ന് ഞാൻ കുബേർ കമാൽ ഒരു RCC ഏജൻ്റാണ് കാനഡയിലുള്ള. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 13,000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് അസൈലം സീക്ക് ചെയ്തേക്കുന്നത്. ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് അസൈലം സീക്ക് ചെയ്തത്. ബിക്കോസ് നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഫിനാൻഷ്യലി ഇത്ര രൂപയ്ക്ക് ആസ്തിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റഡി ചെയ്ത ഒരാളാണ്, എൻ്റെ ഫാമിലി ഇതാണ്, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഫീസും പേ ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വന്നത്. ഈ പഠിക്കാൻ വന്ന ഒരാൾക്ക് നാട്ടിൽ ഇനി ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അസൈലം സീക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എങ്കിലേ കോടതി നമുക്ക് അസൈലം അപ്രൂവ് ചെയ്യും. ഇത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ സ്പോട്ടിൽ ഡീപ്പോർട്ടേഷനാണ്. ഈ പ്രോസസ്സിനിടയിൽ കോടതി ഇത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രാവശ്യം കൂടി നമുക്ക് ആ ഡിസിഷനെ റീതിങ്ക് ചെയ്യാൻ വേണ്ടി കോടതിയുടെ അടുത്ത് പിന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതും ആ സെക്കൻഡ് ടൈം റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനില്ല, ഡീപ്പോർട്ട് അല്ലാതെ വേറൊരു ഓപ്ഷനില്ല. സോ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അസൈലം സീക്ക് ചെയ്തൊരു റെഫ്യൂജി ക്ലെയിം ചെയ്തേക്കുന്ന ഒരാൾക്ക് വേറൊരു കൺട്രിയിലോട്ട് വിസ കിട്ടാൻ പാടാം. നല്ല കൺട്രീസിലോട്ട് പോകാൻ, ലൈക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ്, ഇവിടെ നിന്ന് പോകാൻ നമുക്ക് പിന്നെ വിസ കിട്ടത്തില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രാപ്ഡാണ്. ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ വർഷം എനിക്ക് തോന്നുന്നു 5 ലക്ഷം പേരുടെ വർക്ക് പെർമിറ്റാണ്, ടെമ്പററി ഫോറിൻ വർക്കേഴ്സിൻ്റെ വർക്ക് പെർമിറ്റാണ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ 5 ലക്ഷത്തിൽ 70,000 പേര് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും, അതിൽ നല്ലൊരു ശതമാനം പേരായിരിക്കും ഈ അസൈലം സീക്ക് ചെയ്തേക്കുന്നത്. സോ ഇതിനകത്ത് നമ്മളിത് അസൈലം സീക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏജൻറ്റുമാരുടെ അടുത്ത് PR-ൻ്റെ ഓപ്ഷൻസിന് നമ്മൾ ഏജൻറ്റുമാരുടെ അടുത്ത് ചെല്ലുമ്പം ഏജൻറ്റുമാരായിരിക്കും നിങ്ങളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് അസൈലം സീക്ക് ചെയ്താൽ മതി, ഇത്ര നാളും കൂടി ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ അതിനുള്ളിൽ PR-ൻ്റെ ഓപ്ഷൻ വരും, അങ്ങനെ ഇങ്ങനെയല്ല. ഈവൻ PR-ന് പോലും അസൈലം സീക്ക് ചെയ്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്ലിയർ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എനിവേ, ഏജൻറ്റുമാർക്ക് അവർ പറയുന്ന കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ഡിസിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് അതിനകത്തുള്ള ഡിസിഷൻ മേ ബി പോസിറ്റീവ് ആകാം. അതും 2%, ഞാൻ അത്ര പറയുന്നുള്ളൂ. കാര്യം 13,000 പേര് ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അറൗണ്ട് 5 to 10 lakh പീപ്പിൾ അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അസൈലം സീക്ക് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ എല്ലാവർക്കും ഒരേ റീസൺ വരുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരു 13,000 പേർക്ക് നാട്ടിലെ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് ഒരുമിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതും ഈ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകാൻ പോകുന്നതും PR-ന് ഇവിടെ ടൈറ്റ്നെസ് ഉള്ളതും എല്ലാം ഇവിടുത്തെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിന് അറിയാവുന്ന കാര്യമല്ലേ, ഇവിടുത്തെ കോടതിക്കും എല്ലാം അറിയാവുന്ന കാര്യമല്ലേ. സോ അങ്ങനൊരു സാഹചര്യത്തിൽ ഇത് അപ്രൂവ് ആകുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. പിന്നെ
ഏജൻറ്റുമാർക്ക് കാശ് കിട്ടി കഴിയുമ്പം ഈ ഫയൽ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അവർ കൈമലത്തി കാണിക്കത്തുള്ളൂ. സോ ഇതൊരു റൈറ്റ് പാത്ത് വേ അല്ല. PR കിട്ടാൻ നല്ല പാടാണ്, എനിക്കത് മനസ്സിലാവും. വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുന്നുണ്ട്, നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നശിപ്പിക്കരുത്. ബിക്കോസ് ഒരു പ്രാവശ്യം ക്ലെയിം റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. നമ്മൾ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വേറൊരു കൺട്രിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. സോ ഇനി LMIയുടെ സ്കാം പോലുള്ളൊരു സ്കാമാണ് ഇതും, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നൊരു സ്കാമാണ്. സോ ബിവെയർ ഓഫ് ദാറ്റ്. ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇൻഫർമേഷൻസ് നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക, ബിക്കോസ് ആരും ഈ ട്രാപ്പിൽ ചെന്ന് ചാടാതിരിക്കട്ടെ. ഓക്കെ, ബൈ ഫോർ നൗ, ടേക്ക് കെയർ.